ആരാണ് സാക്ഷി? പറയാം യുവർ ഓണർ. പക്ഷേ ആ സാക്ഷിക്ക് ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് ഈ കോടതിയിൽ സാക്ഷി പറയും വരെ സാക്ഷിയുടെ പേരും വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. സാക്ഷിയുടെ പേര് വിവരങ്ങൾ സമർപ്പിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. ലഞ്ച് ബ്രേക്കിന് ശേഷം സാക്ഷി വിസ്തരിക്കുന്നതാണ്. താങ്ക് യു യുവർ ഓണർ. ഇതാരാ നമ്മളറിയാത്തൊരു സാക്ഷി? അറിയില്ല. വാ, നമുക്ക് പുറത്തേക്ക് പോവാം. വാ. പിന്നെ എങ്ങനെയാ അഡ്വക്കേറ്റ് ആരതി നമ്മുടെ ഉണ്ടായിരുന്ന കടലാസുകളുടെ കോപ്പി കോടതിയിൽ കൊണ്ടുവന്നത്? കൂടെ നിന്ന് നമ്മളെ ചതിച്ചത് പിന്നെ ആരാ വക്കീലെ? മാഡം, ജ്യൂസ് കൊണ്ടുപോടോ. എന്താണ് അവന്തിക, വല്ലാത്ത ചൂടിലാണെന്ന് തോന്നുന്നല്ലോ. പ്രതിക്കൂട്ടി നിന്ന് നല്ലതുപോലെ വേർത്തല്ലേ? സാറിനെ കളിയാക്കാൻ വേണ്ടി വന്നാണോ? ഏയ് അല്ല, ആ സന്ദീപിന്റെ മാൻ മിസ്സിംഗ് പരാതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ആദ്യം ഈ കേസിന്റെ വാദം ഒന്ന് കഴിയട്ടെ, പിന്നീട് സാറിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാം. മതി, എനിക്കൊരു ധൃതിയുമില്ല. അതെ, കുറച്ചുകൂടി നല്ലൊരു വക്കീലിനെ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ കേസ് കഴിയുമ്പോ നിങ്ങളെ എനിക്ക് ജയിലിൽ വന്ന് കാണേണ്ടി വരും. പറഞ്ഞതേ ഉള്ളൂ, വേണ്ട എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കും. അപ്പൊ ശരി. ഇയാൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പരിഹസിക്കാൻ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. അവസരം കിട്ടിയപ്പോ പ്രതികാരം തീർക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്റെ സംശയം മറ്റൊന്നാണ്. ആരായിരിക്കും അഡ്വക്കേറ്റ് ആരതി ഹാജരാക്കാൻ പോകുന്ന പുതിയ സാക്ഷി? ഇതുവരെ നമുക്ക് ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അല്ല, ഇനി സന്ദീപായിരിക്കും. സന്ദീപിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആ സച്ചിയാണെങ്കിൽ മൂർത്തി പറഞ്ഞതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഡ്വക്കേറ്റ് ആരതിയുടെ നീക്കോ ഇപ്പോ രാജീവ് വന്ന് നമ്മളെ പരിഹസിച്ചതും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ആ സാക്ഷി സന്ദീപാണോന്ന് എനിക്കും സംശയമുണ്ട്. ഉച്ചകഴിഞ്ഞ് കോടതി കൂടുമ്പോ അവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ എന്റെ തോൽവിയാണോ സംഭവിക്കാൻ പോകുന്ന വക്കീലെ? സാക്ഷിയെ വിളിച്ചോളൂ.
വരൂ. ഇതാണ് സാക്ഷി. കയറിക്കോളൂ. യുവർ ഓണർ, സാക്ഷി റെഡിയാണ്. ആദ്യം മുഖത്തെ ആ മുഖാവരണം ഒന്ന് മാറ്റൂ. സാക്ഷി ആരാണെന്ന് എല്ലാരും കാണട്ടെ. അളിയ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ അളിയാ? ഒന്ന് ഉഷാറുണ്ടേ. വേൾഡ് കപ്പല്ലേ വരാൻ പോകുന്നത്. ഈ മഴയത്തും കേരളം മൊത്തം അതിന്റെ ചൂടില്ല. അപ്പോഴാണ് അളിയന്റെ ഒരു മൂഡ് ഓഫ്. രാജീവിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. കേരള പോലീസിന്റെ ടീമിലെ ടോപ്പ് പ്ലെയർ അല്ലേ? അളിയനും മോശമൊന്നും അല്ലല്ലോ. ജോലി കിട്ടുന്നവരെ ഫുട്ബോൾ ക്ലബിലെ സജീവമായിരുന്ന ആളല്ലേ.